ഭാര്യ ലേഖയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. വിവാഹത്തിലൂടെയായി ഒന്നിക്കുകയായിരുന്നു ഇരുവരും. വർഷങ്ങളായി ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചതിന് ശേഷമായിരുന്നു വിവാഹം. ലേഖയെ കണ്ടുമുട്ടിയതും പ്രണയവും ലിവിംഗ് ടുഗദറും വിവാഹവും ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം വാചാലനാവാറുണ്ട് MG ഇടയ്ക്ക്. MGക്കൊപ്പം റിയാലിറ്റി ഷോയിൽ ലേഖയും എത്തിയിരുന്നു. നേരത്തെ യൂട്യൂബ് ചാനലിലൂടെയും അവർ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. പാചകവും യാത്രകളും ഒക്കെയായിരുന്നു വ്ളോഗിലൂടെ കാണിച്ചത്. ഫേസ്ബുക്കിലൂടെയായി വിശേഷങ്ങളെല്ലാം ഇരുവരും പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ ലേഖയുടെ പിറന്നാൾ ദിനത്തിൽ MG പങ്കുവച്ച പോസ്റ്റ് വൈറലാവുകയാണ്. എൻ്റെ എല്ലാമായ ലേഖയുടെ ജന്മദിനമാണിന്ന്. ആയുരാരോഗ്യ സ്നേഹത്തോടുകൂടി എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു കുറിപ്പ്. ക്ഷേത്ര സന്ദർശനത്തിനിടയിലെ ചിത്രവും കുറിപ്പിനൊപ്പമായി പങ്കുവച്ചിരുന്നു. മാസത്തിലൊരിക്കൽ നിർബന്ധമായും ഗുരുവായൂരപ്പനെ കാണുന്ന പതിവുണ്ട് ലേഖയ്ക്ക്. അത് മനസ്സിലാക്കിയാണ് താൻ ക്ഷേത്രത്തിനടുത്ത് ഫ്ലാറ്റ് വാങ്ങിയതെന്നും MG പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കി മുന്നേറുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന് കാരണം. അദ്ദേഹത്തിൻ്റെതായ സ്പേസ് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാറുണ്ട്. തിരിച്ചെനിക്കും അത് കിട്ടുന്നുണ്ട്. പോകുന്നിടത്തെല്ലാം ഭാര്യയെ കൂടെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പലവരും പരിഹസിച്ചിട്ടുണ്ട് MGയെ. മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞ് ചേട്ടൻ വരെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാനേജർ ഇല്ലാത്ത ആളാണ് ഞാൻ. ഭാര്യയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. തുടക്കം മുതലേ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഭാര്യയെ പേടിച്ചല്ല കൂടെ കൊണ്ടുപോകുന്നത്, സ്നേഹം കൊണ്ടാണ്. തുടക്കത്തിലെ അതേ സ്നേഹം ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. MGക്ക് BP ആണെന്ന് പറഞ്ഞുള്ള കളിയാക്കലുകൾ എപ്പോഴും വരാറുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് ലേഖ തുറന്നു പറഞ്ഞിരുന്നു. മലയാളികൾക്ക് ഇതത്ര പരിചയമില്ലായിരുന്നുവെന്ന്. കുടുംബത്തിൽ നിന്നടക്കം ഇതേക്കുറിച്ച് ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് കുറെ കൂടി മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് ലിവിംഗ് ടുഗദറിൽ. വിവാഹം ലിവിംഗ് ടുഗദർ രണ്ടാണെന്നും നേരത്തെ മനസ്സിലാക്കിയവരാണ് ഞങ്ങളെന്നും ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു. ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ വിവാഹം എന്ന സിസ്റ്റത്തിന്റെ ഭാഗമാകണം, അല്ലെങ്കിൽ കീപ്പ് എന്ന പ്രയോഗം വരും. പുറത്തൊന്നും അങ്ങനെ ഒരു കാര്യമല്ല. എപ്പോഴും MGയുടെ കൂടെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ ചിലരൊക്കെ എന്നെ വിമർശിക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ എന്ന് ഒരാളോട് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. എന്തും തുറന്നു പറയാവുന്ന ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അന്ന് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും അധികം നീളാറില്ല. അങ്ങനെ വഴക്കിട്ട് മാറിയിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ പരിഹരിക്കും. എനിക്കൊരു മകളുള്ള കാര്യം അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. അതിൽ ഇരുവർക്കും കുറ്റബോധം തോന്നിയിട്ടില്ല എന്നും ലേഖ വ്യക്തമാക്കിയിരുന്നു.